എൻ്റെ മോനെ പണി പാടി. ഇത് 2 രൂപയേ ഉള്ളൂ. ഇതിൽ ഞാൻ എവിടെ പോകാനാണ്? ഗൈസ്, നമ്മളെ ഹത്തയിലേക്കുള്ള ബസ് ഇവിടെ ദുബായ് മാളിൽ നിന്നാണുള്ളത്. ജോലിപ്പോൾ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്കാണ്. കണ്ടല്ലേ, അടിപൊളി തിരക്കാണ്. ഗൈസ്, ഇപ്പോൾ ബ്രേക്ക് ടൈം ആയിക്കൊണ്ട് ആളെന്ന് കാണാൻ ഒരു ക്ലോസാക്കി ഇട്ടേക്കാണ്. ഇവിടെ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും 7 മണി വരെ ഹത്തയിലേക്ക് ബസ്. നമ്മളെ ലഗേജിൽ വെള്ളത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഫുള്ള് വെയിറ്റാണ്. ഇത് നമ്മൾ ടെൻ്റാണ്. ഇതെന്ന് പറയുമ്പോൾ തെർമിക് ബാഗാണ്. തെർമിക് ബാഗ് എന്ന് പറയുമ്പോൾ തെർമിക് ബാഗ് ശരിക്കും നല്ല ഉപയോഗമാണ്. തെർമിക് ബാഗ് ആകുമ്പോൾ നമുക്ക് വെള്ളം ഒലിക്കത്തില്ല, അങ്ങനെയുള്ള ഒന്നും പേടിക്കണം. നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും നല്ല ഫ്രോസണായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോ. ടൂറിസ്റ്റ് പൊടിയും കാര്യങ്ങളും ഒന്നും പേടിക്കാനില്ല. വഴി തെറ്റി പോകത്തില്ല, ഒരേ കൂട്ടാൻ തെറ്റി പോവുകയൊന്നും പൊടി നോക്കാം. കൂട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ടീം ലീഡറിൻ്റെ നമ്പർ എന്ന് നോക്കിയിട്ട് അത് ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോകാൻ പറ്റുമല്ലോ. ഒന്ന് അടിച്ചു പിടിച്ചിരിക്കണം, കണ്ടില്ലേ. ഇവരൊക്കെ ശരിക്കും ഒരു സമയം വരെ നല്ല ജോലി ചെയ്ത് അവർ അധ്വാനിച്ച് അവരുടെ പൈസ കൊണ്ട് അവർ സ്ഥലങ്ങൾ കാണാൻ വരികയാണ്. സോ ഗൈസ്, ഫൈനലി നമ്മൾ ഹത്തയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉള്ള ഹത്ത ബസ് സ്റ്റേഷനിലാണ് അല്ലേ. ഹത്ത ബസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വന്ന ബസ് ഇവിടെ ഉണ്ട്, ഡ്രൈവർ അല്ലേ. ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഹത്ത ഡാമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഇപ്പോൾ ബസ്സുണ്ട്, ബസ്സിലേക്ക് കയറി പോകണം. ഏതാ ബസ് നമുക്ക് നോക്കിയിട്ട് ബസ്സിൻ്റെ പേര് ഉണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് പോകണം. കുറച്ച് മീൻ കുറേ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കടകളും കാര്യങ്ങളും, ഗ്രോസറി കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു അത്യാവശ്യം ഒരുപാട് ഉണ്ട്. ഇത് എനിക്ക് പോകാനുള്ള ബസ്സാണ് ഹത്ത ഡാം, കണ്ടില്ലേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വരും, അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഐ മീൻ ഞാൻ എല്ലോണം ക്യാമ്പിങ്ങിന് പോകണം. അവളെടുത്ത് പോകും. ഓക്കെ, ഐ എം ഗോയിങ്. ഇതാ ഫ്രണ്ട്. നാളെ കാണാം. ഞാനിപ്പോൾ ക്യാമ്പിങ്ങിന് പോകണം, അവളുടെ വീട്ടിൽ പോകാം. ഓക്കെ, ഓക്കെ, ഐ വിൽ കോൾ യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ്, അവള് കയറി. അപ്പോൾ അവൾ കയറി, അവൾക്ക് പോകാനുള്ള ബസ് വന്നു. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബസ് ഹത്തയിലേക്ക് പോകുന്ന, ഹത്ത ഡാമിലേക്ക് പോകുന്നതാണ്. പക്ഷേ ഞാൻ അതിനകത്ത് പോകുന്നില്ല. അതിൽ പോകാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് 1 മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട്. നല്ല ബസ് സ്റ്റോപ്പാണ്, നല്ല ബസ് സ്റ്റോപ്പാണ്. നല്ല ടോയ്ലറ്റ് കാര്യങ്ങൾ, ടോയ്ലറ്റ് ആയാലും നല്ല അടിപൊളി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നല്ല അടിപൊളി വൃത്തിയുള്ള വാഷ്റൂമാണ് കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ മോനെ പണി പാടി. ഇത് 2 രൂപയേ ഉള്ളൂ. ഇതിൽ ഞാൻ എവിടെ പോകാനാണ്? ഓ ഗായ്സ്, അടപടലെ മൂഞ്ചി പണി പാടി. ഇവിടെ ഇനിയിപ്പോൾ അവിടെ ആദ്യം ഓഫീസിൽ പോയിട്ട്, ഓഫീസുണ്ട് അവിടെ പോയിട്ട് റീചാർജ് ചെയ്യാം. കാര്യം എൻ്റെ കാർഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ പൈസ എടുത്തിട്ടില്ല. എൻ്റെ ലിക്വിഡ് മണി ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പൈസ കൊടുത്തിട്ട് ഇവിടെ കൗണ്ടറുണ്ട്, കണ്ടില്ലേ. ഇവിടെ നമുക്ക് പൈസ കൊടുത്തിട്ട് റീചാർജ് ചെയ്യാം. വാട്ട് വിൽ ഡു. അപ്പോൾ അത് പൈസ ഉണ്ടെങ്കിൽ അവിടെ അതിനകത്ത് കാർഡ് മെഷീനാണ്. ഓക്കെ, പൈസ ഉള്ളവർക്ക് ചെയ്യാം. ഇല്ല, ഇതാണ് നമ്മുടെ ഹത്ത ബസ് സ്റ്റോപ്പിൻ്റെ അടിപൊളി സീനറീസും കാര്യങ്ങളൊക്കെ. എൻ്റെ പൊന്നു ആകെ സീൻ ഗൈസ്. ഇവിടെ സംഭവം കാർഡൊന്നും എടുക്കില്ല. പുള്ളി പറയുന്നത് ഇവിടെ കാർഡെന്ന് പറയണ ദിസ് ഈസ് നോട്ട് ദുബായ്. ഇവിടെ കാർഡെന്ന് പറഞ്ഞ പരിപാടിയില്ല. അടപടല പൂജി. അവിടെ കാർഡ് എടുക്കുന്നില്ല. എൻ്റെ 1 ദിർഹംസ് പോലും ഇല്ല. എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ അവിടെ എന്തോ ഒരു ATM മെഷീൻ എന്തോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോലീസൊക്കെ ഇപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ എന്തോ ATM മെഷീൻ എന്തോ ഉണ്ടെന്ന് പറയും. പൈസ കിട്ടിയ ഭാഗ്യം, അല്ലാഹു ആവില്ല. സുബ്ഹാന ജല്ല ജലാലു. എൻ്റെ പൊന്നോ, ഇവിടെ വരുന്നവർ ആരായാലും ജസ്റ്റ് പൈസ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. 100 രൂപ കിട്ടാൻ പെട്ട പാട്. 100 രൂപയ്ക്ക് 110 രൂപ. ഇതെന്തോന്നടേ ഇത്? കുള്ള സംഘം. മറ്റേ അവിടെ ഒരു ഗ്രോസറി ഉണ്ട്. ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ATM ഒന്നുമില്ല. അവിടെ ഒരു ഗ്രോസറി ഉണ്ട്. ആ ഗ്രോസറിയിൽ നമുക്ക് പൈസ തരും. 100 രൂപയ്ക്ക് 110 രൂപ. 10 രൂപ
മിഷൻ ഗൈസ്, ഞാനിപ്പോൾ വാദി ഹബ്ബിൽ അല്ലെങ്കിൽ സുലേഹ ലേക്കിലായിരിക്കും പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഡാമിൽ അവർ ക്യാമ്പിങ് അലൗഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നോക്കട്ടെ ഗൈസ്. നമ്മൾ ഈ കാണുന്ന ഈ റോഡ് ഇപ്പം നേരെ വിട്ട് കഴിഞ്ഞാൽ നേരെ ഒമാനിലാണ് പോകുന്നത് അല്ലേ? നേരെ ഒമാനിലാണ് പോകുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ ഗൈസ്, ക്യാമ്പിങ് എന്താവും പണിവാളമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ എന്തായാലും വാദിയാപ്പിൽ വന്നിട്ടുണ്ട്, ഡാമിൽ പോയിട്ടില്ല. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 2-3 സ്റ്റോപ്പ് അത്രേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഭയങ്കര അടിപൊളിയാണ്, കണ്ടില്ലേ? ഡിഫറെൻറ്റ് ടെൻസ് കാര്യങ്ങൾ, ഇവിടെ തന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്കിനി ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. കുറേ പേര് ഇവിടെ വരുന്നുണ്ട്, മഴ ചാറുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ. കണ്ടില്ലേ തറയിലേക്ക് കണ്ടില്ലേ, ഫുള്ള് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ഒരു പിടുത്തമല്ല. ഞാൻ ഇവിടെ വന്നപ്പോഴൊക്കെ നല്ല മഴയായിരുന്നേ ശരിക്കും. കണ്ടില്ലേ നൈറ്റിൽ കുതിരയൊക്കെ കൊണ്ടിങ്ങനെ പോവുകയാണ്. ഹോഴ്സ് റൈഡുണ്ട്. പിന്നെ ഇവിടെ കുറേ പഴയ വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ട്. 2D സിനിമ, അഡൽട്സ് ആൻഡ് കിഡ്സ്. ഇത് കണ്ടില്ലേ, പോലീസ് വണ്ടിയൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് അങ്ങനെ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവിടെ മൗണ്ടൻ ഏരിയയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനൊക്കെയാണ്. കണ്ടില്ലേ, നല്ല വിജനമായ പ്രദേശം, ഫുള്ള് ബ്ലാക്കാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നല്ല യെല്ലോ ലൈറ്റ്സ്. മുകളിലൊക്കെ അത് ഇവിടുത്തെ തന്നെ ക്യാമ്പിങ്ങാണ്. അത് ഇവിടെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പെർമനൻറ്റ് ക്യാമ്പിങ് സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. എനിക്കൊരു ഇച്ചിരി സ്ഥലം എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കണം ഗൈസ്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, അതായത് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വാദി ഹബ്ബിൽ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ നേരത്തെ റിസർവ് ചെയ്തിട്ട് അവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വാദി ഹബ്ബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ നമുക്കിപ്പോൾ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് കണ്ടില്ലേ. ഞാനിപ്പോൾ അത്യാവശ്യം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, ടെൻറ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മളെ ചെറിയ സെറ്റപ്പുകൾ. അപ്പോൾ അത്യാവശ്യം ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ചെറിയ ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയും കുറച്ച് ഇരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് അല്ലേ, എല്ലാം ചെറിയ സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബാർബിക്യൂ ചെയ്ത് കഴിച്ചു. പിന്നെ കുറച്ച് ടപ്പിയൊക്കെ ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ ചെറുതായിട്ട് ചുട്ട് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നല്ല അടിപൊളി തണുപ്പായിട്ടുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട്. ഇപ്പോൾ 1 മണിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ലേ, നിങ്ങൾ ഇവിടെ ഒന്ന് ചില്ലാൻ പറ്റുക. ഇവിടെ ഫുള്ള് കണ്ടില്ലേ, ഇവിടെ നിറച്ച ആൾക്കാരാണ്. കണ്ടില്ലേ, ഇത് ഫുള്ള് കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ആൾക്കാർ കൊണ്ട് നിൽക്കുകയാണ്. അവിടെ ടെൻറ്റ്, ആമലയിൽ ടെൻറ്റുണ്ട്. ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഓരോ ആൾക്കാരെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും വീക്കെൻഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇവിടെ വരേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട് ഇവിടെ വന്നതിൻ്റെയൊക്കെ. അപ്പോൾ ബൈ.